വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് വൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 34:8 ഇപ്രകാരം പറയുന്നു: യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ സുഹൃത്ത്, ഹല്ലേലൂയ, എൻ്റെ കയ്യിൽ ഒരു ആപ്പിളുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ കയ്യിൽ ഒരു ആപ്പിളുണ്ട്, ഞാനതിൻ്റെ കുറച്ച് കഴിച്ചു, അത് നല്ല ടേസ്റ്റാണ്, ഹല്ലേലൂയ, നല്ലവണ്ണം ഞാനത് ടേസ്റ്റ് ചെയ്തു, അത് നല്ല ടേസ്റ്റാണെന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്നുണ്ട്, നോ അല്ല, അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല, കാരണം ഞാനത് രുചിച്ചു നോക്കി, ഞാൻ അതേ കണക്കുള്ള ആപ്പിൾ ഇന്നലെ മേടിച്ചായിരുന്നു, ഞാനത് കഴിച്ചായിരുന്നു, അത് പുളിയും ചവർപ്പും ഒക്കെ ഉണ്ട്, അത് അത്ര വലിയ ടേസ്റ്റൊന്നും അല്ലെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, ഹല്ലേലൂയ, അത് നീ പറഞ്ഞ തെറ്റാണ്, കാരണം ഞാൻ ആ ആപ്പിൾ, എൻ്റെ കയ്യിലിരിക്കുന്ന ആപ്പിൾ ഞാൻ രുചിച്ച് കഴിച്ച് അറിഞ്ഞതാണ് അതിൻ്റെ രുചി എന്താണെന്ന്, അത് നല്ലതാണെന്ന് ഞാൻ കഴിച്ചത് കൊണ്ട് എനിക്കത് പറയാനായിട്ട് പറ്റും എന്ന് ഞാൻ വേണമെങ്കിൽ അവളോട് പറയും. ഹല്ലേലൂയ, നീ വേണമെങ്കിൽ ഇച്ചിരി കഴിച്ച് നോക്ക്, എന്നിട്ട് നീ പറയും കൊള്ളാവോ കൊള്ളത്തില്ലേന്ന്, അല്ലാതെ നീ പുറമേ നിന്ന് അഭിപ്രായം പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലാണ് നമ്മൾ കർത്താവിനെ കുറിച്ച് അറിയുമ്പോഴും, യേശുവിനെ അറിയണമെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് വരണം. യേശു എന്താണെന്ന്, യേശു കർത്താവ് എന്താണെന്നും യേശു കർത്താവിൻ്റെ സ്നേഹം എന്തെന്നും നമ്മൾ കർത്താവിനെ രുചിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ നന്മകൾ കാണുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. പുറമേ നിന്ന് നമ്മൾ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഹല്ലേലൂയ തെറ്റുകൾ, ഹല്ലേലൂയ, നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് ഇടയാകും. അത് മറ്റുള്ളവരും ആ തെറ്റ് ആവർത്തിക്കപ്പെടാനായിട്ട് ഇടയാകും. ഇന്ന് വൽക്കാലം കർത്താവ് പാട്ടുകാരൻ പാടുന്ന പോലെ ഒന്ന് വരാമോ യേശുവിൻ്റെ അടുക്കലേക്ക്, എന്നിട്ട് നീ തന്നെ സ്വയം രുചിച്ചു നോക്ക്. ഹല്ലേലൂയ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നീ തന്നെ പറയുവാനായിട്ട് പാട്ടുകാരൻ പറയുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊന്ന് പറയാനുള്ളത്, യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരിക. യേശു, ഹല്ലേലൂയ, ആരെന്നും യേശു എന്തെന്നും ദൈവവചനത്തിലൂടെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുക. ഇതുപോലെ, ഹല്ലേലൂയ, മാധുര്യമുള്ളൊരു നാമം, ഇതുപോലെ സ്നേഹവാനായൊരു ദൈവം, ഹല്ലേലൂയ, സകല ജാതികളെയും സകല മനുഷ്യരെയും സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് കർത്താവ്, ഹല്ലേലൂയ, കാൽവറിയിൽ ജയാളിയായി ഇന്നും, ഹല്ലേലൂയ, നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൽ വിശ്വസിക്കുക. അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയുക. അവൻ നിന്നെ സഹായിക്കും.